നമ്മളെല്ലാവരും തന്നെ മുസ്ലിങ്ങളാണ്. അതിലുപരി മുഅ്മിനുകളാണ് എന്നുള്ളതാണ്. ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ, ഒരു സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ അവനിൽ ആ യഥാർത്ഥ ഒരു വിശ്വാസം ഉൾക്കൊള്ളണമെങ്കിൽ 3 ഘടകങ്ങൾ അവനിൽ ഒത്തുചേരണമെന്നുള്ളതാണ്. അതിലൊന്നാമത്തേത് മനസ്സുകൊണ്ടുള്ള അവന്റെ വിശ്വാസമാണ്. രണ്ടാമതായിക്കൊണ്ട് പറയുന്നത് ആ വിശ്വാസം നാവുകൊണ്ട് പറയലും പ്രഖ്യാപിക്കലുമാണ്. മൂന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ആ വിശ്വാസം പ്രകടമാക്കുന്ന പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 ഘടകങ്ങളും ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് ഒരു മുഅ്മിനാകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാൾ മുഅ്മിനായി തീരുമ്പോൾ അവൻ അല്ലാഹുവോടുള്ള അനുസരണം കാരണത്താൽ അവൻ പൂർണ്ണമായും അല്ലാഹുവിനെ അനുസരിക്കുന്നവനായി തീരും. അങ്ങനെ ആ അല്ലാഹുവോടുള്ള അനുസരണം കാരണത്താൽ അവന്റെ ആ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, മുസ്ലിമാണെന്ന് പറഞ്ഞ് അവന്റെ മനസ്സിൽ അവനത് വിശ്വസിക്കുകയും എന്നാൽ അത് പ്രഖ്യാപിക്കാതിരിക്കുകയും അവന്റെ സൽക്കർമ്മങ്ങളിൽ അത് പ്രകടമാകാതിരിക്കുകയും ചെയ്യുമ്പോൾ, ആ നിലക്ക് അല്ലാഹുവോട് അവൻ ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ അവന്റെ ഈമാൻ ശുഷ്കിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു ആമുഖത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈമാൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത്? എന്നാൽ ഒരാളുടെ ഈമാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒരാളിൽ ഉണ്ടാകണമെങ്കിൽ അയാളിൽ ഈമാൻ ഉണ്ടായിരിക്കണം. ആ കാര്യങ്ങളിൽ ഒരാളിൽ ഇല്ലാതാകണമെങ്കിൽ അവനിൽ ഈമാൻ നഷ്ടപ്പെട്ടിരിക്കുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ, ഈമാനും ഇൽമും തമ്മിലുള്ള ബന്ധമാണ്. ഈമാനും ഇൽമും തമ്മിലുള്ള ബന്ധമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ആ അല്ലാഹുവിലുള്ള വിശ്വാസം ആ അല്ലാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രകാരം ആ ഒരു വിശ്വാസം, ആ ഒരു അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവന്റെ ഈമാനും ഇൽമും തമ്മിൽ കൃത്യമായ ബന്ധത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിലൂടെ അവന്റെ ഇൽമ വർദ്ധിക്കുകയും, ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കറാൻ മറ്റാരുമില്ല എന്നുള്ള അറിവാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനുമായി ഏറ്റവും അധികം പ്രിയപ്പെട്ടവരെ ബന്ധപ്പെട്ട് കിടക്കേണ്ട അറിവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ള അറിവ്. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും പ്രധാനമായി നമ്മിൽ ഉണ്ടാകേണ്ടത്. ആ ഒരു അറിവ് വർദ്ധിക്കും തോറും പ്രിയപ്പെട്ടവരെ അവന്റെ ഈമാനിൽ കൃത്യമായ വർധനവുണ്ടാകും.
എന്നാൽ ആ ഇൽമ് അവന് കുറയുന്നതനുസരിച്ചുകൊണ്ട് അവന്റെ ഈമാനിലും കൃത്യമായ കുറവുണ്ടായിരിക്കുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അറിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി തീരുമെന്നുള്ളതാണ്. ഈമാനിന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ലാതെയുള്ള വിശ്വാസം ആക്ഷേപിക്കപ്പെട്ടതാണ്. സത്യനിഷേധികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, സത്യനിഷേധികൾ അല്ലാഹുവെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ല. അല്ലാഹുവിനെ കൃത്യമായി അറിയേണ്ട രൂപത്തിൽ, അല്ലാഹുവിന്റെ നാമങ്ങൾ അറിയേണ്ട രൂപത്തിൽ, അല്ലാഹുവിന്റെ ഗുണങ്ങളും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും കൃത്യമായി അറിയേണ്ട രൂപത്തിൽ അറിയാത്തതുകൊണ്ടാണ് സത്യനിഷേധികൾ ആക്ഷേപിക്കപ്പെട്ടത്. അതുകൊണ്ട് അല്ലാഹുവിനെ അറിയുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇൽമിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമാണ്. അല്ലാഹുവിനെ ഭയപ്പെടുവാനും അതോടൊപ്പം തന്നെ അവനുള്ള വിശ്വാസം വർദ്ധിക്കുവാനും വർദ്ധിപ്പിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഇൽമാണ്, നമ്മുടെ അറിവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അറിവ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹുവെ ഭയപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ 35-ാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ 28-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. അപ്പൊ അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ, അള്ളാനെ പേടിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് പോകും. അവന് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവൻ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. അതാരാണ്? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ള ആളുകൾക്ക് അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, അറിവുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ മറ്റെല്ലാ വിഷയത്തിലും വലിയ അറിവുണ്ടാകും. ശാസ്ത്രത്തിലും സയൻസിലും ആ നിലക്കുള്ള ടെക്നോളജിയിലും നമുക്ക് വലിയ അറിവുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മറ്റുള്ള അറിവിൽ എത്ര ഉയർന്നാലും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യനായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഒരു നല്ല അടിമയായിക്കൊണ്ട് ജീവിക്കണമെങ്കിൽ അവൻ അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഒരാൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ, സത്യവിശ്വാസിയാവുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാമത്തെ വിഷയം എന്താണ്? ഈമാനും അവന്റെ ഇൽമുമാണ്. അപ്പൊ ഇൽമുള്ളവർക്ക് എന്തുണ്ടാവുകയുള്ളൂ? ഈമാൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം പ്രിയപ്പെട്ടവരെ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഒരു ചെറിയ കാറ്റിൽ പറന്നു പോകുന്ന തൂവൽ പോലെ എന്ത് ചെയ്യും? അവന്റെ ഈമാൻ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ, എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ, എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വരുമ്പോൾ, മാനസികമായ സംഘർഷങ്ങൾ വരുമ്പോൾ അവന് അറിവില്ല എങ്കിൽ അവന്റെ ആ ഈമാൻ ചോർന്നു പോകും, ഈമാൻ തകർന്നു പോകുമെന്നുള്ളതാണ്. ഒരാളിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നത് അവന്റെ ജീവിതമാണ്. കാരണം ഈമാനുള്ളവർക്ക് നിർഭയത്വം ഉണ്ടാകുമെന്നുള്ളതാണ്. ഈമാനുള്ളവർക്ക് നിർഭയത്വം ഉണ്ടാകും. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവനെ ബാധിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളിലും, അവനെ ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ ഒരാൾക്ക് അത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സത്യവിശ്വാസികൾക്കുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അവന് നിർഭയത്വം ഉണ്ടാകും. ഈമാൻ നിർഭയത്വമുള്ളവൻ എന്നുള്ളതാണ്. അമ്ന്, നിർഭയത്വം എന്ന പദത്തിൽ നിന്നാണ് സഹോദരങ്ങളെ ഈമാൻ എന്ന് വരുന്നത്. അപ്പൊ ആ ഒരു ഈമാൻ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ മേഖലകളിലും, അവനെ ബാധിക്കുന്ന ഏത് പ്രതിസന്ധികളിലും അവന് നിർഭയത്വത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കും. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ടായി. നമുക്ക് വലിയ കച്ചവട സാമ്രാജ്യമുണ്ട്, നമുക്ക് നല്ല വീടുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. പക്ഷേ നിർഭയത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈമാനുള്ളവരാവുക, അറിവുള്ളവരാവുക എന്നുള്ളത് നമ്മൾ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അടുത്തതായി മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഈമാനും
തഖ്വയും തമ്മിൽ ബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈമാനും തഖ്വയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഈമാനും തഖ്വയും തമ്മിലുള്ള ബന്ധമാണ്. ഈമാനും അറിവും തമ്മിൽ ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ഈമാനും തഖ്വയും തമ്മിൽ കൃത്യമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിന്റെ 6-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, ഖുൽ യാ ഇബാദില്ലദീന ആമനുത്തഖൂ റബ്ബക്കും. ഖുൽ നബിയെ പറയുക, വിശ്വസിച്ചവരായ എന്റെ ദാസന്മാരെ, എന്റെ അടിമമാരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്, നിങ്ങൾ തഖ്വയുള്ളവരാവുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് നോക്കിക്കൊള്ളട്ടെ. അവിടെ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ. സത്യവിശ്വാസികൾ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈമാനും തഖ്വയും ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയോട് കൽപ്പിക്കുന്നത് വിശ്വാസം അനിവാര്യമാക്കുന്ന കാര്യങ്ങളാണ്. ഒരാളിൽ തഖ്വയുണ്ടാകുമ്പോൾ അവനിൽ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും, അവന്റെ ഈമാനിൽ ഉറപ്പുണ്ടാകും പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം തന്നെ തഖ്വ ഒരാളിൽ ഉണ്ടാകുമ്പോൾ അവന്റെ ഈമാൻ കൃത്യമായി നിലനിർത്തുവാൻ വേണ്ടി അവനക്ക് സാധിക്കുമെന്നുള്ളതാണ്. അറിവുള്ളവർക്ക് ഈമാൻ വർദ്ധിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ രഹസ്യത്തിലും പരസ്യത്തിലും അവന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും തഖ്വ മുറുകെ പിടിക്കണമെന്നത് വിശ്വാസത്തിന്റെ താല്പര്യമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, നമ്മിൽ തഖ്വയുണ്ടാകാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഈമാനാണ്. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് മറ്റാരെയും പേടിക്കാതെ അള്ളാഹുവിനെ സൂക്ഷിക്കുവാനുള്ള കാരണം എന്താ സഹോദരങ്ങളെ? നമ്മുടെ ഈമാനാണ് എന്നുള്ളതാണ്. അല്ലെ? നടന്നു പോകുന്ന വഴിയിൽ നിലത്തെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു സ്വർണ്ണാഭരണമോ പണമോ കണ്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മറ്റാരും അത് കണ്ടിട്ടില്ല, നമ്മൾ മാത്രം കാണുന്നുള്ളൂ. പക്ഷെ നമ്മളത് സ്വന്തമാക്കാതിരിക്കാനുള്ള കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഈമാനാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് പ്രിയപ്പെട്ടവരെ. എന്ത്? നമ്മൾ ആ നഷ്ടപ്പെട്ട സാധനം നമ്മുടെ പോക്കറ്റിലേക്ക് ഇടാതിരിക്കാനുള്ള കാരണം നമ്മുടെ തഖ്വയാണ്. ആ തഖ്വ വന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് കൊണ്ടാണ്, നമ്മുടെ ഈമാൻ കൊണ്ടാണ്. അതുകൊണ്ട് ആ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ ഈമാൻ കാരണമായി തീരുമെന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ വആതാഹും തഖ്വാഹും. വിശുദ്ധ ഖുർആൻ 47-ാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിന്റെ 17-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വല്ലദീന ഇഹ്തദൗ, സന്മാർഗം സ്വീകരിച്ചവരാകട്ടെ, സാദഹും ഹുദാ, അവർക്കല്ലാഹു കൂടുതൽ മാർഗദർശനം നൽകുകയും, വആതാഹും തഖ്വാഹും, അവർക്ക് വേണ്ടതായ സൂക്ഷ്മത അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, വല്ലദീന ഇഹ്തദൗ, സന്മാർഗം സ്വീകരിച്ചവരെന്ന് പറയുന്നത് എന്താണ്? ബിൽ ഈമാനി വൽ ഇൻഖിയാദ്, വിശ്വസിക്കുകയും മുഅ്മിനാവുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവിന് കീഴ്പ്പെടുകയും ചെയ്ത ആളുകളാണ്. വത്തിബാഇ മാ യുർദില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിയെ പിന്തുടരുകയും ചെയ്ത ആളുകളാണ് ഇവിടെ സന്മാർഗം സ്വീകരിച്ചവരെന്ന് പറയുന്നവർ. അപ്പൊ ആ സന്മാർഗം സ്വീകരിച്ച ആളുകൾക്ക്, അതായത് വിശ്വസിക്കുകയും കീഴ്പ്പെടുകയും അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം ആഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ, സാദഹും ഹുദാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്താണ് ഈ മാർഗദർശനം വർദ്ധിപ്പിക്കുക പറഞ്ഞാൽ? സൂചിപ്പിക്കുന്നുണ്ട്, ശുക്രൻ മിൻഹു തആല ലഹും അലാ ദാലിക, അവൻ സന്മാർഗം സ്വീകരിച്ച് നന്ദിയായിക്കൊണ്ട്, അള്ളാഹുവിന്റെ ആ ഒരു ഹുദ സ്വീകരിച്ചതിനുള്ള നന്ദിയായിക്കൊണ്ട് എന്ത് ചെയ്യും? ആ സന്മാർഗം അള്ളാഹു അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വആതാഹും തഖ്വാഹും, അതോടൊപ്പം ചെയ്യും അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ നൽകുമെന്നുള്ളതാണ്.
വആതാഹും തഖ്വാഹും അവർക്ക് വേണ്ടതായ സൂക്ഷ്മത അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈ ആയത്തിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് വആതാഹും തഖ്വാഹും എന്ന് പറഞ്ഞത്? അത് ആർക്കുള്ളതാണ്? അള്ളാഹുവിന്റെ മാർഗദർശനം പിൻപറ്റിയ ആളുകൾക്കുള്ളതാണ്, സത്യവിശ്വാസികൾക്കുള്ളതാണ്. അവർക്ക് വആതാഹും തഖ്വാഹും എന്താണ്? വഫഖഹും ലിൽ ഖൈർ, നന്മക്കുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. നന്മക്കുള്ള അവസരം ചെയ്യും അല്ലാഹു നൽകുമെന്നുള്ളതാണ്. തഖ്വ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ വഹഫിളഹും മിനശ്ശർറ്, എല്ലാ ദോഷങ്ങളിൽ നിന്നും അല്ലാഹു അവനക്ക് സംരക്ഷണം നൽകും. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ ആവശ്യമായ കാര്യത്തിൽപ്പെട്ടാണത് നന്മ ചെയ്യുവാനുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ തിന്മയിൽ നിന്നും സംരക്ഷണം നൽകപ്പെടുക എന്നുള്ളത്. സഹോദരങ്ങളെ, വൻപാപങ്ങൾ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ദുനിയാവിലും ആഖിറത്തിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, അല്ലേ? ആ നിലക്കുള്ള വൻപാപങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഹറാമുകൾ തിന്മകൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, മദ്യപാനമാകട്ടെ, കൊലപാതകമാകട്ടെ, മറ്റുള്ള അക്രമങ്ങളാകട്ടെ, മോഷണമാകട്ടെ, വ്യഭിചാരമാകട്ടെ, ഈ പ്രവർത്തനങ്ങൾ ഒരാൾ നിർവഹിക്കുക ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിൽ അവനക്ക് വലിയ നഷ്ടം സംഭവിക്കും. ദുനിയാവിലും അതോടൊപ്പം തന്നെ അതിന്റെ അനന്തരഫലമായിക്കൊണ്ട് പരലോകത്തും അവനക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തഖ്വ നേടിയെടുത്തു കഴിഞ്ഞാൽ വആതാഹും തഖ്വാഹും എന്ന് പറയുമ്പോൾ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുകൾ, നന്മകൾക്കുള്ള അവസരം അല്ലാഹു നൽകുകയും അതോടൊപ്പം തന്നെ വഹഫിളഹും മിനശ്ശർറ്, എല്ലാ തിന്മയിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം അല്ലാഹു നൽകുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഫദക്കറ ലിൽ മുഹ്തദീന ജസാഅൻ അൽ ഇൽമുൻ നാഫിഉ വൽ അമലുസ് സ്വാലിഹ്. അതോടൊപ്പം രണ്ട് പ്രതിഫലം അവനക്ക് അല്ലാഹു നൽകുമെന്നുള്ള രണ്ട് പ്രതിഫലം. അതെന്തൊക്കെയാണ്? ഒന്ന്, പ്രയോജനപ്രദമായ അറിവും അവന്റെ സൽപ്രവർത്തനങ്ങളും അവനക്ക് ലഭിക്കും. തഖ്വ വർദ്ധിക്കും തോറും പ്രിയപ്പെട്ടവരെ അവനക്ക് എന്ത് ചെയ്യും? തഖ്വ വർദ്ധിക്കും തോറും അവന് വീണ്ടും പഠിക്കുവാനും അറിവ് നേടുവാനുമുള്ള വലിയൊരു സൗഭാഗ്യം അവനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അവന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും അവന്റെ ഈമാനും തഖ്വയും നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും വേണ്ടിയുള്ള അറിവ് അള്ളാഹു അവനക്ക് നൽകിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സൽപ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുവാനുള്ള സൗഭാഗ്യവും റബ്ബ് അവനക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തഖ്വ നേടിയെടുക്കുക എന്നുള്ളത്, തഖ്വയുള്ളവരാവുക എന്നുള്ളത് ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഈമാനും തഖ്വയും ഉള്ളവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈമാനുള്ളവരെ മാത്രമല്ല, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെ മാത്രമല്ല അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞത്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർക്കെന്തല്ല യാതൊരു ഭയപ്പാടുമില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, കാരണം അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം ഈമാനും തഖ്വയുമുള്ളവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് ഒരു സമയത്ത് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയത് നിർത്തിവെച്ചതല്ല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയ എന്നുള്ളത്, അല്ലെ, പ്രവാചകന്മാർ നമുക്കറിയാം, പ്രവാചകന്മാരുടെ കാലഘട്ടം അവസാനിച്ചു. എന്നാൽ ഒരാൾക്ക് അള്ളാഹുവിന്റെ ഔലിയാകാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കളാകാൻ അവന്റെ ഈമാന് കൊണ്ടും ഇൽമ കൊണ്ടും തഖ്വ കൊണ്ടും ഒക്കെ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാകുവാൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസനാകുവാൻ ഒരാൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഈമാനും തഖ്വയുമുള്ള ആളുകൾക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഈമാനും തഖ്വയും കൃത്യമായി നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് നമ്മുടെ ബന്ധങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അനുഗ്രഹങ്ങളിൽ വർധനവിന് കാരണമായി കൊണ്ട് പറഞ്ഞ ഒന്നാണ് ഈമാനും തഖ്വയും എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട ആളുകളും ധാരാളമാണ്. ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അത് പല രൂപത്തിലും അള്ളാഹുവിന് അനുഗ്രഹങ്ങളുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ വർധനവ് ലഭിക്കുവാനുള്ള കാരണമാണ് ഈമാനും തഖ്വയും എന്നുള്ളത്. ഒന്നല്ല, രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ അത് ലഭിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ 7-ാമത്തെ അധ്യായം സൂറത്തു ആറാഫിന്റെ 96-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ആ നാടുകളിലുള്ള ആളുകൾ അവർ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ വത്തഖൗ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തത് കാരണത്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഈമാനും തഖ്വയുമുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിശാലമാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. എന്നാൽ വലാകിൻ കസ്സബു, ആരെങ്കിലും അള്ളാഹുവിനെ നിഷേധിച്ചു കളഞ്ഞാൽ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അള്ളാഹു എന്തെയും അവർ ചെയ്തു വെച്ചതിന്റെ ഫലമായിക്കൊണ്ട് അവരെ പിടികൂടുകയും ചെയ്തു. ഒരുപാട് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ, ഒരുപാട് നാടുകൾ, ആ നാട്ടുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. സബഅ ഗോത്രം നമുക്കറിയാം. സബഅ ഗോത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ അനുഗ്രഹങ്ങൾ, തോട്ടങ്ങളും അരുവികളും ധാരാളം ഫലങ്ങളും അവർക്ക് അല്ലാഹു നൽകിയെന്നുള്ളതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ ധിക്കരിച്ചത് കാരണത്താൽ, നിഷേധിച്ചത് കാരണത്താൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു എന്ത് ചെയ്ത് അവരെ ശക്തമായ ശിക്ഷകൾ കൊണ്ട് പിടികൂടി എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, അള്ളാഹു ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിന്റെ 96-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മുഅ്മിനുകളാണ്, ഈമാനുള്ളവരാണ്. ഒരുപാട് നമ്മൾ കേട്ട് പരിചയമുള്ള പദമാണ് ഈമാൻ എന്നുള്ളതും മുഅ്മിൻ എന്നുള്ളതൊക്കെ. എന്നാൽ ആ ഈമാനുമായി ഒരാൾ മുഅ്മിനായി കഴിഞ്ഞാൽ അയാളിൽ ഉണ്ടാകേണ്ട, അയാൾ ഉണ്ടായിത്തീരുന്ന ഒരുപാട് വിഷയങ്ങളാണത്. ഈമാനും ഇൽമും തമ്മിലും, ഈമാനും തഖ്വയും തമ്മിലും ഒക്കുന്നുണ്ട്, വലിയ ബന്ധമുണ്ട് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മുന്നോട്ട് പോവുക. ഇതൊക്കെ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനിന്റെ 3 ഘടകങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളണമെന്നുള്ളതാണ്. കൃത്യമായി മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ആ വിശ്വാസമനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ നമ്മിൽ പ്രകടമാവുകയും ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അവന് ഗുണകരമായിരിക്കുമെന്നുള്ളത് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു മുഅ്മിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരു മുഅ്മിനിന്റെ സവിശേഷതയാണ് പ്രിയപ്പെട്ടവരെ അവനെ ബാധിക്കുന്ന ഏത് പ്രയാസങ്ങളിലും അവൻ ക്ഷമിക്കുമെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ
അത് അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ പോലും തന്നെ അവനക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ, നിർഭയത്വത്തോടുകൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണമെന്നുള്ളതാണ്. എന്നാൽ ആ നിർഭയത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ മതമായി പല ഭാഗത്തു നിന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ, അല്ലെങ്കിൽ ബോംബ് വർഷവും വെടിവെപ്പും നടക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ സത്യവിശ്വാസികളുടെ മേൽ ചാർത്തപ്പെടുന്ന സാഹചര്യം ഇന്നും ഇന്നലെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സവിശേഷതയാണ്, ഏത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അവിടെയൊക്കെ ഇസ്ലാമിനെ കൃത്യമായി സംരക്ഷിക്കുന്ന, അത് എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്ന പല തെളിവുകളും പല രംഗങ്ങളും ആ നിലക്കുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കുള്ള ഒരു മറുപടിയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാം എന്നുള്ളത് ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, അത് മുസ്ലിങ്ങളെന്നല്ല, ഹൈന്ദവരെന്നല്ല, ക്രൈസ്തവരെന്നല്ല, എല്ലാവർക്കും നിർഭയത്വം നൽകുന്ന, സമാധാനം നൽകുന്ന മതമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലക്കുള്ള പല വാർത്തകളും പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിലുള്ള പല ആക്രമണ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നീണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സവിശേഷതയാണ്. ആ നിലക്ക് ആ പരിശുദ്ധ ഇസ്ലാമിനെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇസ്ലാമിന്റെ വേഷവും ആ നിലക്കുള്ള വസ്ത്രവുമൊന്നും ഒരിക്കലും തന്നെ ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ അടയാളമല്ല എന്ന് പൊതുസമൂഹത്തെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ദഅവത്ത് എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഇന്ന് വ്യാപകമായി ഇസ്ലാമിനെ ഏതു രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചാലും, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതമാണെന്ന് ആഗോളതലത്തിൽ തെറ്റിദ്ധരിപ്പിച്ചാലും പരിശുദ്ധ ഇസ്ലാം ഇന്ന് ഏറെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇസ്ലാം ലോകത്തിന് നാനാ ഭാഗങ്ങളിലേക്കും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലക്ക് പ്രിയ നമുക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായ ബാധ്യതയുണ്ട് ദീൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ദഅവത്ത് എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അത് നിർവഹിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ആ നിലക്കുള്ള പല പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മഹല്ലിലും ആ നിലക്ക് പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിലൊക്കെ സജീവമായി നമ്മൾ നമ്മുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിക്കൊണ്ട് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ പല പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിലൊക്കെ വിശദമായി സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഒരു സ്റ്റുഡൻസ് കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണ വെച്ച് നടക്കുകയാണ്. ആ ഒരു കോൺഫറൻസിന്റെ ഭാഗമായി കൊണ്ട് മെയ് 6 മുതൽ സൊല്യൂഷൻ എന്ന പേരിൽ ഒരു എക്സിബിഷൻ ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ അത് കൃത്യമായി അതിൽ പങ്കെടുക്കണം, അത് കാണണം. അതോടൊപ്പം തന്നെ നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികളെ നമ്മൾ അതിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആളുകൾക്കുള്ള കൃത്യമായ ഒരു മാർഗനിർദ്ദേശമാണ്
ഒരു സൊല്യൂഷൻ എക്സിബിഷൻ എന്നൊക്കെ നടക്കുന്ന ഒരു വലിയ ഒരു എക്സിബിഷനിൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹലിൽ നിന്നും അതിനുള്ള ആളുകൾ ഒരുമിച്ച് പോകുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്നിച്ച് പോകാൻ വേണ്ടി തയ്യാറാകുക. ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ നിലക്കുള്ള പ്രോഗ്രാമിലൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം ലഭിച്ച ആളുകളുണ്ട്. നമ്മൾ ഒരു വിളി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നോ വാട്സപ്പിൽ നിന്നോ നമുക്കൊരു രൂപയുടെ ചിലവ് പോലുമില്ലാതെ നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് കണ്ടിട്ടാണ് നമ്മുടെ ഒരു സുഹൃത്ത്, ഇസ്ലാമിനെ പറ്റി പഠിക്കാത്ത തെറ്റിദ്ധരിച്ച ഒരു സുഹൃത്ത് ആ ഒരു എക്സിബിഷനിലേക്ക് അവിടെ വന്ന് അതിൽ കൃത്യമായി അവിടുന്ന് കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് ഇസ്ലാമിനെ അറിഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവർ, അതിന്റെ പ്രതിഫലം വലിയ പ്രതിഫലമാണ്. നമ്മൾ കാരണത്താൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹിദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം പ്രിയപ്പെട്ടവരെ വലുതാണ് എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് മെയ് 6 മുതൽ 10 വരെയാണ് എക്സിബിഷൻ നടക്കുന്നത്. അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും പങ്കെടുക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ കോട്ട മൈതാനത്ത് വെച്ചുകൊണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ 26, 27 നാളെയും മറ്റന്നാളും ലിസണേഴ്സ് കോൺഫറൻസ് നമ്മുടെ പീസ് റേഡിയോയുടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനും എല്ലാവരും പങ്കെടുക്കുക. ചുരുക്കി പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനും തഖ്വയും ഒക്കെ നിലനിർത്തുവാനും നമുക്കൊരു സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ ഞാനോ നിങ്ങളോ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ ഒരിക്കലും തന്നെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും ഒരു സംഘടനക്കോ ഏതെങ്കിലും ഒരാളതിൽ പോയതുകൊണ്ട് യാതൊരു നേട്ടം കിട്ടാനില്ല. നമുക്കുള്ള ഒരു നിർഭയത്വവും നമുക്കുള്ള ഒരു പ്രതീക്ഷയും നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ കാരണത്താൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള സൗഭാഗ്യവും നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഉദ്ദേശത്തോടു നമ്മൾ ഈ നിരക്കുള്ള ദഅവ പ്രവർത്തനങ്ങളിൽ സജീവമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.